എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 22/4/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റിലൂടെ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ പറയുന്ന സമയമൊക്കെ കറക്റ്റാണ്, എന്നാൽ വിലയിൽ കൃത്യതയില്ല എന്ന് പറയുന്നു. ഇന്നലെ 233 ആയിരുന്നു. അതിൻ്റെ തലേ ദിവസത്തെ വില 232 രൂപയായിരുന്നു. അപ്പോൾ അവിടെ എവിടെയാണ് കൃത്യത അല്ലാത്തത്? സംശയം ഉണ്ടെങ്കിൽ പത്രങ്ങളിൽ നോക്കാം, അന്വേഷിക്കാം. ഇത് ഒരാൾ മാത്രമല്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വേറൊരാൾ കമൻറ്റിലൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ റബ്ബർ വില കൂടി പറയണമെന്ന്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ 3 നേരവും റബ്ബർ വില പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. ഇപ്പം കുറച്ച് നാളുകൾ കൊണ്ടാണ് ഒരു നേരമാക്കിയത്. ഇതുപോലത്തെ കഴമ്പില്ലാത്ത കമൻറ്റുകൾ ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്തുകൊണ്ട് ആർക്കും പ്രയോജനമില്ല. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ഇന്നും റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. അപ്പോൾ റബ്ബർ ഷീറ്റിന് ഇപ്പോൾ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ വില വർദ്ധിച്ചത് കർഷകർക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. എന്നാൽ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ടാപ്പിംഗ് ഇതേവരെയും ആരംഭിക്കാനായിട്ട് പറ്റിയില്ല. നിലമ്പൂർ ഭാഗത്തൊന്നും മഴ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ കൊല്ലം ജില്ലയിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആൾക്കാർ ടാപ്പിംഗ് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴ കിട്ടിയവർക്കൊക്കെ ടാപ്പിംഗ് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വില കൂടി നിൽക്കുന്ന സമയം, ഇത്രയും വിലയുള്ള സമയത്ത് നമ്മളത് ടാപ്പിംഗ് ചെയ്ത് പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നമ്മൾ വില കുറഞ്ഞ സമയത്ത് ഇച്ചിരി ടാപ്പിംഗ് നിർത്തിയിട്ടാലും ഇപ്പോൾ വില കൂടുന്ന സമയം നോക്കി നമ്മൾ അതിൻ്റെ ആദായം എടുക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 234 രൂപ. RSS 5 1 കിലോയ്ക്ക് 230 രൂപ. ISNR 20 1 കിലോയ്ക്ക് 201 രൂപ. ലാറ്റക്സ് 60% 158 രൂപ 50 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS 4 1 കിലോയ്ക്ക് 234 രൂപ. RSS 5 1 കിലോയ്ക്ക് 230 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 225 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 200 രൂപ മുതൽ 205 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 149 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 111 രൂപ 75 പൈസ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 1 കിലോയ്ക്ക് 229 രൂപ 50 പൈസ. RSS 4 1 കിലോയ്ക്ക് 229 രൂപ. RSS 5 1 കിലോയ്ക്ക് 223 രൂപ 50 പൈസ. ലോട്ടിന് 1 കിലോയ്ക്ക് 201 രൂപ. ഒട്ടുപാൽ 143 രൂപ വരെയും 1 കിലോയ്ക്ക്. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 255 രൂപ 70 പൈസ. RSS 2 1 കിലോയ്ക്ക് 253 രൂപ 96 പൈസ. RSS 3 1 കിലോയ്ക്ക് 252 രൂപ 37 പൈസ. RSS 4 1 കിലോയ്ക്ക് 251 രൂപ 50 പൈസ. RSS 5 1 കിലോയ്ക്ക് 251 രൂപ 6 പൈസ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 213 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 10,650 രൂപ. 30% DRC ഉള്ളതിന് 12,780 രൂപ. 35% DRC ഉള്ളതിന് 14,910 രൂപ. 40% DRC ഉള്ളതിന് 17,040 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 226 രൂപ. RSS 5 1 കിലോയ്ക്ക് 222 രൂപ. ISS 1 കിലോയ്ക്ക് 196 രൂപ 50 പൈസ മുതൽ 197 രൂപ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 130 രൂപ മുതൽ 142 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. RSS 5 1 കിലോയ്ക്ക് 1.5 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ISNR 20 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലൂസിന് 1 കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ചു. ലോട്ടിന് 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. RSS 5 1 കിലോയ്ക്ക് 1.5 രൂപ വർദ്ധിച്ചു. ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചു. ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയിൽ 1 രൂപ വർദ്ധിച്ചു. കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ RSS 3ക്കും 4നും 5നും ലോട്ടിനും ഒട്ടുപാലിനും 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. വേറെ ആൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു, നിങ്ങൾ 2 ദിവസം മുമ്പ് 234 രൂപ പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങൾ 233 അല്ല പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ഇതേവരെ 234 രൂപ എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. എവിടെയെങ്കിലും കൃത്യത ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് അയക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും വന്നിട്ടില്ല. വേറൊരാൾ നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞു, നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ പത്രമുള്ളവർക്ക് പത്രത്തിൽ നോക്കി അറിയുന്നുണ്ട്, പക്ഷേ പത്രമൊന്നും ഇല്ലാത്തവർക്ക് നമ്മുടെ ഈ ചാനൽ വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. പത്രത്തിൽ നോക്കിയാലും ലൂസിൻ്റെയും ലോട്ടിൻ്റെയും ലാറ്റക്സിൻ്റെ വ്യാപാരി വിലയൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ വിലയും ക്യാഷ് കൊടുത്താണ് വാങ്ങുന്നത്. ഇനി ഇപ്പോഴെങ്കിലും ടാപ്പിംഗ് ആരംഭിക്കേണ്ട സമയമാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞു. ഇനി മെയ് ഒരു മാസം കൂടെ ഉള്ളൂ. അതിനുശേഷം കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ റെയിൻ കാർഡ് ഇല്ലാത്തവർക്ക് ടാപ്പിംഗ് ആരംഭിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വില കൂടിയ സമയം നമ്മൾ തീർത്തും പ്രയോജനപ്പെടുത്തണം.
ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.